നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മളൊരു ചിക്കൻ കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ബസ്മതി റൈസ്. ഇതൊരു 200 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഫുള്ളും പിന്നെ ഒരു ശകലവും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പ് എന്ന് വെക്കാം. ഒരു 200 ഗ്ലാസ്, എൻ്റെ ഒരു മെഷറിംഗ് ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന് ഇത്രയുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസും ഒരു 1/4 ഗ്ലാസും കൂടെ എടുത്തിട്ടാണ്. അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒരു 5-6 ടൈമോ എങ്കിലും വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നല്ലപോലെ സോക്ക് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ച റൈസ്. പിന്നെ ഇത് ചിക്കൻ്റെ തൈസ് കൂട്ടിയിട്ടുള്ള ലെഗ് പീസ് 2 എണ്ണം. പിന്നെ ഇത് ക്യുമിൻ പൗഡർ, ഇത് പെപ്പർ പൗഡർ, ഇത് കൊറിയാണ്ടർ പൗഡർ, ഇത് റെഡ് ചില്ലി പൗഡർ, പിന്നെ സോൾട്ട്, ടൊമാറ്റോ, ചോപ്ഡ് ടൊമാറ്റോ, പിന്നെ ഇത് ടൊമാറ്റോ പേസ്റ്റ്, അത് 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഇത് ക്രഷ്ഡ് ഗാർലിക്ക്, പിന്നെ ഇത് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, യെല്ലോ കളറും ഉണ്ട് ഗ്രീൻ കളറും ഉണ്ട്. പിന്നെ ഇത് ഒരു ബേ ലീഫ്, പിന്നെ ഇത് സിന്നമൺ സ്റ്റിക്ക് ഒരു 1.5 ഇഞ്ച് ഉണ്ട്. പിന്നെ ഒരു 5 ക്ലോവ്, ഇത് ഗ്രാമ്പൂ ഉണ്ട്. ഇത് കടമം ഒരു 6 പീസ് ഉണ്ട്. പിന്നെ ഒനിയൻ, ചോപ്ഡ് ഒനിയൻ നല്ലപോലെ ഫൈനലി ചോപ്പ് ചെയ്തത്, പിന്നെ ഗ്രീൻ ചില്ലി. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഓയിൽ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഫ്ലെയിം ഓൺ ചെയ്ത് വെസൽ വെക്കാം. വെസൽ വെച്ച് ചൂടാകട്ടെ. ചൂടായി നോക്കാവേ. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവേ. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്ഡ് ഒനിയൻ, ഇത് 2 മീഡിയം സൈസ് 2 സവാള ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സ്പൈസസ് എല്ലാം അതായത് ബേ ലീഫ്, സിന്നമൺ സ്റ്റിക്ക്, കടമം, ഗ്രാമ്പു നല്ലപോലെ സോട്ട് ചെയ്യുക. ഇതിൻ്റെ കളർ മാറുന്ന വരെ നല്ലവണ്ണം സോട്ട് ചെയ്യുക. ഇതിപ്പോൾ നല്ലവണ്ണം വഴന്നിട്ടുണ്ട്, നല്ലപോലെ സോട്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കെല്ലാം പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. ഇത് റെഡ് ചില്ലി പൗഡർ, ഹോട്ട് ചില്ലിയാണ്. ചില്ലി പൗഡറും അതൊരു 2 ടീസ്പൂണും, പിന്നെ ഒരു 1 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇത് കൊറിയാണ്ടർ പൗഡർ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത് 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. ഇതിനെല്ലാം നമുക്ക് നല്ലപോലെ ഈ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഇന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക.
ഇതെല്ലാം നമ്മളിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തിട്ട് നമുക്ക് ഒരു ക്രഷ്ഡ് ഗാർലിക്കാണ്, ഇതൊരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഇത് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് ഒരു 2 ടീസ്പൂൺ ഉണ്ട്. ഇതും കൂടെ കൂട്ടി നല്ലപോലെ പേസ്റ്റ് എല്ലാം ഇതിൽ നല്ലപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടിത് 2 മീഡിയം ടൊമാറ്റോസാണ്, ചോപ്ഡ് ടൊമാറ്റോസ്. ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റ്സ് ഇത് ഈ ടൊമാറ്റോ വേവാൻ വെക്കണം. അങ്ങനെ സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യണം. മൂടി വെച്ച് കഴിക്കും. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ടൊമാറ്റോ സോഫ്റ്റായി വേവാൻ വെക്കണം. മൂടി വെച്ച് കഴിക്കും. നമുക്കിനി തുറന്ന് നോക്കാവേ. ഇപ്പോൾ നല്ലവണ്ണം ടൊമാറ്റോയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വെന്ത് നല്ലപോലെ ഇതായിട്ടുണ്ട്, ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തില്ലല്ലോ. ഉപ്പ് ചേർത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം. നമുക്ക് കുക്കാവണം ഈ ചിക്കൻ. ഇതൊരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പിന്നെ ചേർക്കാം. ഇതിനായിട്ട് നമ്മൾ ഇത് ഞാൻ കെറ്റിനകത്ത് നല്ലപോലെ ബോയിൽ ചെയ്ത് വെച്ച വാട്ടറാണ്, ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് ഈ ചിക്കൻ ഈ വെള്ളത്തിനകത്ത് കവർ ചെയ്ത് കിടക്കണം. നമുക്കിതിനെ അടച്ച് വെച്ച് നമ്മൾ വെള്ളം ചേർത്ത് ഇതിനകത്തോട്ട് നമുക്കൊരു, ഞാൻ മുമ്പേ പറയാൻ മറന്നു, നമുക്കൊരു ബ്ലാക്ക് ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാവേ. ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമ്മളൊരു 30 മിനിറ്റ്സ് ഇതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ്സ് നമ്മളിതിനെ കുക്ക് ചെയ്ത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ റൈസും കൂടെ ഇട്ടിട്ട് ബാക്കി വേവും കൂടെ ആകുമ്പോൾ കറക്റ്റ് ആവും. ഇത് വലിയ ലെഗ് പീസല്ലേ, അതുകൊണ്ടാണ്. ഇതുണ്ട് ഗ്രേവിയൊക്കെ നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൽ നിന്ന് കുറഞ്ഞ് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി അരി ആഡ് ചെയ്ത് കൊടുക്കാവേ. മറിച്ചിട്ടോ. ഗ്രേവിയൊക്കെ കുറുകിയില്ല. നമുക്കിതിനകത്ത് അരി റൈസ് ആഡ് ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ, സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് 30 മിനിറ്റ് സോക്ക് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് ഇതിൻ്റെ ഈ സ്റ്റാർച്ച് നിരപ്പിപ്പോൾ നമുക്ക് അരി ആഡ് ചെയ്ത് റൈസ്.
ഇതിന് മുമ്പ് ഒന്ന് പിന്നെ ഉപ്പ് നോക്കിയിട്ട് എല്ലാം കറക്റ്റാണെന്ന് നോക്കണേ. ഇപ്പോഴും ഇച്ചിരി ഉപ്പുണ്ടല്ലോ, നമ്മൾ ഈ വാട്ടർ ചേർത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പ് എപ്പോഴും നമുക്ക് കൂടിയ പോലെ നിൽക്കണം. എന്നാലും അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റൈസിലോട്ടും കൂടെയൊക്കെ പിടിച്ചത് കറക്റ്റ് ഇതിലാവും. ഇനി നമ്മൾ ഇതിനകത്ത് ബോയിൽഡ് വാട്ടറാണ്, ബോയിൽ ചെയ്ത് വെച്ചിരുന്ന വാട്ടർ നമ്മൾ വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അത് ഏകദേശം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഈ റൈസും ചിക്കനും എല്ലാം ഇതിനകത്ത് ഇത് ചെയ്ത് നിൽക്കണം, കവർ ചെയ്ത് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഞാൻ ഒരു കണക്കിൽ ഒഴിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, റൈസൊക്കെ ഇതിനകത്ത് മൊത്തം മുങ്ങിയിരിക്കുന്നു, ചിക്കന്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാതെ ഉപ്പും കൂടെ നോക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ബോയിലായി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്താൽ മതി. ഇനിയും കുറച്ചും കൂടെ ഉപ്പ് വേണം. ഉപ്പ് എപ്പോഴും കൂടി നിൽക്കണം. ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് തോന്നത്തില്ലേ, ആ ഒരു ഇത് നിൽക്കണം. ആദ്യം ഞാൻ ഒരു ടീസ്പൂണ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് തൂയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 1 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഞാൻ പറയുന്ന ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പൊടിക്കും കൂടെ ആവാം. നമുക്ക് അടച്ച് വെച്ച് നമുക്കിത് തുറന്ന് നോക്കാതെ കുറച്ച് സമയമായി വെച്ചിട്ട് ആയില്ല, 3/4 ഭാഗം വെച്ചിട്ടുള്ളൂ. എന്നാലും വെള്ളമൊക്കെ പറ്റി, ഓൾമോസ്റ്റ് പറ്റി. ഇനി നമുക്ക് ഈ സമയത്തില്ലേ ഇപ്പം നമുക്ക് കുറച്ച് ഈ സിമ്മിലിടുന്നേ. ഈ സമയത്ത് നമുക്ക് ഒരു 3 ഗ്രീൻ ചില്ലി, പിന്നെ ഒരു ക്യാപ്സിക്കം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇന്നാൾ വാങ്ങിച്ച ക്യാപ്സിക്കൻ്റെ കുറച്ച് അതിൻ്റെ സീഡെല്ലാം മാറ്റി നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ഒരു കവറിലിട്ട് കെട്ടി ഇരുന്നോളും. അങ്ങനെ ഞാൻ വെച്ചതാണ്. അതുകൊണ്ടൊരു ക്യാപ്സിക്കമിൻ്റെ ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ. അത് വെച്ച് നമുക്കിത് മൂടി വെച്ച് അങ്ങനെ തന്നെ മൂടി വെച്ച് വേവിക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്. ഒരു സിമ്മിലിട്ടിട്ട് നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ മൂടി വെക്കാം. ആ സമയത്തെ നമുക്കൊരു പൊമിഗ്രാനൈറ്റ് സാലഡ് ഉണ്ടാക്കാം. പൊമിഗ്രാനൈറ്റ്, പിന്നെ ഇത് ഹണി, ഇത് കുറച്ച് ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്താണ്. കാരണം ഇതിനകത്ത് സീഡെല്ലാം കളഞ്ഞിട്ടുള്ള ടൊമാറ്റോ, പിന്നെ കുറച്ച് മിൻറ്റ്, പിന്നെ കുറച്ച് ക്യുക്കുംബർ ചോപ്പ് ചെയ്തത്, പിന്നെ ക്യുമിൻ പൗഡർ, സാൾട്ട്. ഇത് ഗ്രീക്ക് യോഗട്ടാണ്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. 100 ഗ്രാമിനകത്ത് 8 ഗ്രാം പ്രോട്ടീനുണ്ട്. ഡയറ്റ് ചെയ്യുന്നവരൊക്കെ സാധാരണ ഇതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. നമുക്കിത് ഉണ്ടാക്കാം. അത് ഇപ്പോൾ ഓൾറെഡി പൊമിഗ്രാനൈറ്റ് ഇതിന് ബൗളിൽ നമ്മളിതിനകത്തോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ക്യുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഗ്രീക്ക് യോഗട്ട്,
ഹണി അല്ലെങ്കിൽ ഒരു പിഞ്ച് കുറച്ച് ഒരു 3 പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഹണിക്ക് പകരം ഷുഗറിന് പകരം ഹണിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 പിഞ്ച് സാൾട്ട്, കുറച്ച് ക്യുമിൻ പൗഡർ മതി. പിന്നെ മിൻറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഇതാണ് കാഷ്നട്ട്സ് ആണ്. ഇതും വേണം. പിന്നെ ആൽമണ്ട് ഇല്ലേ, അതെൻ്റെ കയ്യിലില്ല, പക്ഷെ അതും കൂടെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട ഒരു ബൈറ്റും കിട്ടും, ഒരു ടേസ്റ്റും ഉണ്ട്. ആൽമണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇട്ടാൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ആൽമണ്ട് ഇല്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ സാലഡ് റെഡി. മിൻറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഹെർബ് ലീവ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മിൻറ്റ് ചേർത്തന്നേ ഉള്ളൂ. മിൻറ്റ് അല്ലെങ്കിൽ ഇതില്ലേ കൊറിയാണ്ടറോ എന്തോ നിങ്ങൾക്ക് എന്താണോ ഫ്ലേവർ ഇഷ്ടമുള്ളത് ചെയ്യും. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നതുകൊണ്ട് മിൻറ്റ് ഞാൻ ചേർത്തു. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇപ്പം നമ്മുടെ സാലഡ് റെഡിയായി. നമുക്ക് നമ്മുടെ കപ്സ് റെഡിയായെന്ന് നോക്കാവേ. നമുക്ക് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന്. റെഡി ആയിട്ടുണ്ടോ നോക്കാം. നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇങ്ങനെ തന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മൂടി അങ്ങ് വെക്കാം. അപ്പോൾ ബാക്കിയും കൂടെ അങ്ങ് സെറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മിൻറ്റ് ലീവ്സ് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബ്ലാക്ക് ലെമൺ ചേർക്കണമെന്ന് പറഞ്ഞില്ലേ, ബ്ലാക്ക് ലെമൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ഹൈപ്പർ മാർക്കറ്റിൽ ബ്ലാക്ക് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ കിട്ടും. ഒത്തിരി വിലയൊന്നുമില്ല, പക്ഷേ അത് ഇല്ലെങ്കിലും നമുക്കത് റെഡി ചെയ്യാം കേട്ടോ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇതുണ്ടോ, ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട്. ഈ സലാഡും ഈ കപ്സ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ബ്ലാക്ക് ലെമൺ മാത്രമേ ഉള്ളൂ ഇച്ചിരി നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ. ഈ ബ്ലാക്ക് ലെമൺ ഇല്ലെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ചോദിച്ചാൽ അത് നമുക്ക് പേസ്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും.